എന്താണ് തലവേദനയും മൈഗ്രെയിനുമായിട്ടുള്ള വ്യത്യാസം? തലവേദന എന്ന് പറയുന്നത് പല കാരണങ്ങൾ കൊണ്ട് തലയിൽ വരുന്ന അക്യൂട്ട് ആയിട്ടോ ക്രോണിക് ആയിട്ടോ അത് വളരെ കുറച്ച് കാലം കൊണ്ടോ വളരെ കൂടിയ കാലം കൊണ്ടോ നിൽക്കുന്ന വേദനകൾക്കാണ് തലവേദന എന്ന് പറയുന്നത്. നേരെ മറിച്ച് മൈഗ്രെയിൻ എന്ന് പറയുന്നത് ഒരു ന്യൂറോവാസ്കുലർ കണ്ടീഷൻ ആണ്. നമ്മുടെ തലയിലുള്ള ഞരമ്പുകൾക്കോ നാഡികൾക്കോ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വരുമ്പോഴാണ് മൈഗ്രെയിൻ എന്നുള്ള അസുഖം ഉണ്ടാവുന്നത്. തലവേദന വരാനായിട്ടുള്ള കാരണങ്ങൾ പലതാണ്. ഒരുപക്ഷെ നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ തലക്കേൽക്കുന്ന ക്ഷതങ്ങളോ പരിക്കുകളോ ഒരു ആക്സിഡന്റ് മൂലമോ അതല്ലെങ്കിൽ തലയ്ക്കുള്ളിൽ കഫക്കെട്ട് വരികയോ തലയിൽ മെനിഞ്ചൈറ്റിസ് പോലത്തെ രോഗങ്ങളിലോ ബ്രെയിൻ ട്യൂമർ പോലത്തെ രോഗങ്ങളിലോ തലയുടെ ഉള്ളിലെ പ്രഷർ കൂടിയാലോ ഇങ്ങനെ ഒരുപാട് കാരണങ്ങൾ കൊണ്ട് ഒരുപക്ഷെ വയറിന്റെ പ്രശ്നങ്ങൾ കാരണമോ ടെൻഷൻ മൂലമോ സ്ട്രെസ് മൂലമോ മാനസികമായിട്ടുള്ള സമ്മർദ്ദങ്ങൾ അനുഭവിക്കുന്നവരിലോ ഒക്കെ തലവേദനകൾ കാണാറുണ്ട്. നേരെ മറിച്ച് മൈഗ്രെയിന് സാധാരണയായിട്ടുള്ള കാരണങ്ങളെക്കാട്ടിലും ട്രിഗറിംഗ് ഫാക്ടേഴ്സ് ആണ് ഉണ്ടാകുന്നത്. ഒരുപക്ഷെ ചില ആളുകൾക്ക് കോഫി ട്രിഗറിംഗ് ഫാക്ടർ എന്ന് പറയുന്നുണ്ട്, ചില ആളുകൾക്ക് ക്ലൈമാറ്റിക് ചേഞ്ചസ് ട്രിഗറിംഗ് ഫാക്ടർ എന്ന് പറയാറുണ്ട്. സ്ട്രെസ്സുകളും ഇമോഷണൽ ഇഷ്യൂസും എല്ലാം മൈഗ്രെയിൻസിന് ട്രിഗറിംഗ് ഫാക്ടർ ആയിട്ട് വരാറുണ്ട്. തലവേദന നമുക്ക് എങ്ങനെ ഡയഗ്നോസ് ചെയ്യാം? തലവേദന ഡയഗ്നോസ് ചെയ്യാനായിട്ടും പല മാർഗങ്ങളായിട്ടുള്ളത്. പല അസുഖങ്ങൾക്കനുസരിച്ച് പല സിംറ്റംസിനനുസരിച്ചാണ് നമ്മൾ തലവേദന ഡയഗ്നോസ് ചെയ്യേണ്ടത്. ഒരുപക്ഷെ സൈനസൈറ്റിസ് ഹെഡേക്ക് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരു എക്സ്റേ PNS പാരാനേസൽ സൈനസിന്റെ എക്സ്റേ എടുത്തുകൊണ്ടോ അതുപോലെ ഒരു ബ്രെയിൻ ട്യൂമർ എന്ന് പറയുന്നത് ഒരു MRI CT സ്കാൻ എടുത്തുകൊണ്ടോ ഇത്തരത്തിൽ ഓരോ രോഗത്തിനും അതിനനുസരിച്ചായിട്ടുള്ള ഡയഗ്നോസ്റ്റിക് ഇൻവെസ്റ്റിഗേറ്റീവ് പാറ്റേൺ ആണ് തലവേദനയിൽ ഫോളോ ചെയ്യേണ്ടത്. നേരെ മറിച്ച് മൈഗ്രെയിൻ ഡയഗ്നോസ് ചെയ്യേണ്ടത് ക്ലിനിക്കൽ ഡയഗ്നോസിസ് എന്ന് പറയുന്ന രീതി കൊണ്ടാണ്. ഒരു MRI എടുത്തുകൊണ്ടോ എക്സ്റേ എടുത്തുകൊണ്ടോ CT സ്കാൻ എടുത്തുകൊണ്ടോ മൈഗ്രെയിൻ ഡയഗ്നോസ് ചെയ്യാനാവുന്നില്ല എന്നുള്ളത് എപ്പോഴും നമുക്ക് ഓർത്തിരിക്കാം. ഇതെല്ലാം മറ്റു തലവേദനകൾ ഇല്ല എന്ന് മനസ്സിലാക്കാൻ മാത്രമാണ് ഉപകരിക്കുന്നത്. മൈഗ്രെയിൻ ഡയഗ്നോസ് ചെയ്യേണ്ടത് ക്ലിനിക്കൽ ഡയഗ്നോസിസ് മൂലമാണ്. രോഗിയുടെ ലക്ഷണങ്ങളെ അപഗ്രഥിച്ചുകൊണ്ട് ഇതിന്റെ ക്രൈറ്റീരിയാസ് ഇന്റർനാഷണൽ ക്ലാസിഫിക്കേഷൻ ഫോർ ഹെഡേക്ക് ഡിസോർഡേഴ്സ് ICHD പ്രകാരമുള്ള ക്രൈറ്റീരിയാസ് ബേസ് ചെയ്തിട്ടാണ് ഹെഡേക്ക് മൈഗ്രെയിൻ ആണോ എന്നുള്ളത് നമ്മൾ ഡയഗ്നോസ് ചെയ്യേണ്ടത്. ഇത്തരത്തിൽ നിങ്ങൾ അനുഭവിക്കുന്ന വേദന തലവേദനയാണോ മൈഗ്രെയിൻ ആണോ എന്ന് അറിയാനായിട്ട് ഞങ്ങളെ കണക്ട് ചെയ്യുക.